കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നിൽ പത്മജ വേണുഗോപാലാണ് എന്നൊരു സംസാരം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായി ഉണ്ടാകുന്നുണ്ട്. അതായത് അവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുണ്ടായ കാരണം പത്മജ വേണുഗോപാൽ ആണ് എന്നുള്ളതാണ് പരക്കെ ഉണ്ടാകുന്ന സംസാരം. ഈ സംസാരത്തിന് പിന്നിൽ ആരാണെന്ന് പ്രത്യേകിച്ച് അന്വേഷിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് പത്മജ വേണുഗോപാൽ തന്നെയാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം പല മാധ്യമങ്ങളും കാണുമ്പോൾ തന്റെ നിർണായകമായ ആ എടുത്തുചാട്ടമാണ് സുരേഷ് ഏട്ടനെ ജയിപ്പിച്ചെന്ന മട്ടിൽ പത്മജ വേണുഗോപാൽ ചില സൂചനകളും പരോക്ഷ വർത്തമാനങ്ങളും പറഞ്ഞ് കേരളം കാണുകയും ചെയ്തതാണ്. എന്നാൽ അതിനുശേഷം പത്മജ വേണുഗോപാലിനെ BJP കാര്യമായി പരിഗണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി കരുണാകരനെ വഞ്ചിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആദർശങ്ങളെ കുഴിച്ചുമൂടുന്ന വിധത്തിലൊക്കെയാണ് പത്മജ വേണുഗോപാൽ ഒരു മടിയുമില്ലാതെ BJPയിലേക്ക് എടുത്തു ചാടിയത്. സ്വന്തം സഹോദരനെതിരെ പോലും രൂക്ഷമായ കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ടാണ് അവർ ആ മാറ്റം പോലും നടത്തിയത്. പക്ഷേ അതിനുശേഷം പത്മജയുടെ അഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ പത്മജ വേണുഗോപാൽ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, സുരേഷ് ഗോപിയെ കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു, ആകെ ഒരു ജഗപുക ബഹളമായിരുന്നു. പത്മജയ്ക്ക് പല സ്ഥാനങ്ങളും ഗവർണർ സ്ഥാനം, അതായത് പത്മജയ്ക്ക് പല സ്ഥാനങ്ങളും വരെ നൽകുമെന്നും ഗവർണർ സ്ഥാനം പോലും കിട്ടുമെന്നും ചില സംഘപരിവാർ ഓൺലൈനുകൾ തട്ടിവിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. കോൺഗ്രസിലെ നടുവൊടിക്കാൻ പത്മജ കേന്ദ്ര പദവിയിലേക്ക് പോകുന്നു, കേന്ദ്ര സർക്കാർ സ്ഥാനങ്ങളുടെ തലപ്പത്തേക്ക് എത്തുന്നു എന്നൊക്കെ കുറേ തള്ളുകൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ കുറച്ചു നാളായി നടത്തിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഇതിനെ തള്ളിമറിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതിനപ്പുറം പത്മജ വേണുഗോപാലിന് BJP ഒന്നും നൽകാൻ തയ്യാറായിരുന്നില്ല. കാരണം അവിടെ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം BJPയുടെ മുതിർന്ന നേതാക്കൾ പോലും തള്ളിപ്പറയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുള്ളതാണ്. BJP അവരെ അന്തസ്സായിട്ട് തേച്ചൊട്ടിച്ചെന്ന് ജനങ്ങൾ കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഒരു ഇന്റർവ്യൂ അവർ വീണ്ടും വരുന്നത്. അതായത് അവരുടെ ഇന്റർവ്യൂ വീണ്ടും റിപ്പോർട്ടർ ചാനലിൽ വരുന്നത്. തൃശ്ശൂരിലെ കുറേ ആളുകൾ തന്നെ വിളിക്കുന്നുണ്ട്, പത്മജി നിങ്ങൾ തൃശ്ശൂരിലേക്ക് വരണം, മത്സരിക്കണം, തൃശ്ശൂർ പിടിച്ചെടുക്കുമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പത്മജ പറയുന്നത്. ഇതൊരു പെയ്ഡ് ഇന്റർവ്യൂ ആണോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്. കാരണം റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ മൈക്കുമായി പത്മജയുടെ അടുത്ത് പോകേണ്ട യാതൊരു സാഹചര്യവുമില്ല. അതുമാത്രമല്ല, തന്നെ മറ്റൊരിടത്തിട്ട് തോൽപ്പിക്കാൻ BJPക്കുള്ളിൽ നീക്കം നടക്കുന്നെന്ന് മനസ്സിലാക്കിയ പത്മജ തന്നെ നടത്തുന്ന ഒരു പ്രത്യാക്രമണമായിട്ട് ഇതിനെ കാണാനും കഴിയുള്ളൂ. ചതിക്കുഴിയിൽ വീണ ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന വെപ്രാളം പോലെയാണ് ഇതെന്നാണ് പലരും പറയുന്നത്. BJPക്കുള്ളിലെ സ്ഥാപിത താല്പര്യങ്ങൾ പത്മജയെ വട്ടിയൂർക്കാവിലോ മറ്റോ കെട്ടിയിറക്കാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് തൃശ്ശൂർ തന്നെ വേണമെന്നവർ വാശി പിടിക്കുന്നുമുണ്ട്. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള കരുത്തായ നേതാക്കൾ എവിടെ മത്സരിച്ചാലും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാറുമുണ്ട്. എന്നാൽ പത്മജയ്ക്ക് അത്തരമൊരു ട്രാക്ക് റെക്കോർഡ് അവകാശപ്പെടാനും സാധിക്കില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ BJP അവരെ താൽക്കാലികമായി ഉപയോഗിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുടങ്ങും മുമ്പേ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലും ബഹുദൂരം മുന്നെത്തുന്ന നീക്കത്തിലേക്ക് BJP ഇപ്പോൾ കടന്നിരിക്കുന്നത്. തൃശ്ശൂർ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാലിനെ തന്നെ ഇറക്കാനാണ് BJP ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത്. പത്മജയെ ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമായിരുന്നു എന്ന് നേരത്തെ വാർത്തകളെല്ലാം വന്നിരുന്നൊക്കെ ആണെങ്കിൽ നമുക്ക് കേട്ടതാണ്. അങ്ങനെയുള്ള വലിയ തള്ളിമറപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും നടന്നില്ല. പിന്നീട് ഇപ്പോൾ തൃശ്ശൂരിൽ ശക്തനായ ഒരു വനിതാ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ദേശീയ നേതൃത്വത്തിന്റെ താല്പര്യമാണ് അവരെ വീണ്ടും മത്സരരംഗത്തേക്ക് എത്തിക്കുന്നതെന്നുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പാർട്ടി ആവശ്യപ്പെട്ടാൽ സന്തോഷത്തോടെ മത്സരിക്കാൻ തയ്യാറാണെന്നും ഇതുവരെ നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ലെന്നും പത്മജ ഇതിനോട് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് പത്മജനെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി എന്നുള്ളത് തന്നെയാണ് ഇവിടെ പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പിടിച്ച വോട്ടുകളാണ് പത്മജയുടെ തോൽവിക്ക് കാരണമായതെങ്കിൽ ഇത്തവണ സുരേഷ് ഗോപിയുടെ തന്നെ പിന്തുണയോടെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി എന്ന ലേബലിൽ അവർ മത്സരത്തിനിറങ്ങുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ കൗതുകകരമായ കാര്യം. അതേസമയം തന്നെ BJPയുടെ ഗുജറാത്ത് എന്ന് വിശേഷിക്കപ്പെടുന്ന നിയമമണ്ഡലം തിരിച്ചുപിടിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ നേരിട്ട് ഇറങ്ങിക്കഴിയുകയും ചെയ്തു. മണ്ഡലത്തിലെ ചൂരകളിൽ നമുക്ക് വേണം വികസിത നിയമമെന്ന് സ്വയം എഴുതിക്കൊണ്ടാണ് അദ്ദേഹം പ്രചരണത്തിന് പോലും ഔദ്യോഗികമായി തുടക്കമിട്ടിരിക്കുന്നത്. നിയമത്തെ നിലവിലെ LDF MLA തികഞ്ഞ പരാജയമാണെന്നും മണ്ഡലത്തിൽ വികസനം മുരടിച്ചിരിക്കുകയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരം ലഭിച്ചാൽ നിയമത്ത് തന്നെ മത്സരിക്കാനാണ് തന്റെ ആഗ്രഹമെന്നും ഒരു പൈലറ്റ് എന്ന നിലയിൽ മണ്ഡലത്തിൽ മാറ്റം കൊണ്ടുവരാൻ തനിക്ക് സാധിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, BJPയുടെ 30 സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട സാധ്യതാ പട്ടികയിൽ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളടക്കം ഇടം പിടിച്ചിട്ടുമുണ്ട്. നിയമത്ത് രാജീവ് ചന്ദ്രശേഖരന് പുറമെ കടക്കൂട്ടത്ത് V മുരളീധരൻ, മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ, പാലക്കാട് അല്ലെങ്കിൽ കായംകുളം വട്ടിയൂർക്കാവ് സീറ്റുകളിൽ ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും സജീവമായും പരിഗണിക്കുന്നത്. വട്ടിയൂർക്കാവിൽ മുൻ DGP R ശ്രീലേഖയുടെയും കൃഷ്ണകുമാറിന്റെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് മലമ്പുഴയിൽ C കൃഷ്ണകുമാറും പാലായിൽ ഷോൺ ജോർജും അതുപോലെ തന്നെ തിരുവല്ലയിൽ അനൂപ് ആന്റണിയും മത്സരരംഗത്തുണ്ടാകുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. മാത്രമല്ല പൂഞ്ഞാറിൽ വീണ്ടും PC ജോർജിനെ മത്സരിക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ പത്മജയുടെ പേര് നേരത്തെ കേട്ടിരുന്നെങ്കിലും സഹോദരൻ K മുരളീധരൻ UDF സ്ഥാനാർത്ഥിയെ അവിടെ എത്തുകയാണെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്മജ ചാനലുകളെയൊക്കെ കൂട്ടുപിടിച്ച് പെയ്ഡ് ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് ഏത് വിനയദേനയും തൃശ്ശൂരിലേക്ക് എത്തുന്നു, എന്നെ തൃശ്ശൂരുകാർ വിളിക്കുന്നു, ഞാൻ തൃശ്ശൂരിൽ വേണമെന്ന് അവർ അവകാശപ്പെടുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ അവർ തന്നെ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. BJPയിലേക്ക് പല മോഹനവാക്യങ്ങളും
വാഗ്ദാനങ്ങൾ നൽകി പലരെയും എത്തിക്കാറുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവരെയൊക്കെ കറിവേപ്പില പോലെ ആകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. നടൻ കൃഷ്ണകുമാർ BJP-യിൽ പോയതിനു ശേഷം തനിക്ക് സിനിമകൾ പോലും നഷ്ടമായി എന്ന് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി. പാലക്കാട് മത്സരിച്ച് മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞ ഈ ശ്രീധരൻ ഇപ്പോൾ എവിടെയാണെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയ ചിത്രത്തിലേ ഇല്ല. PC ജോർജിന്റെയും ജോൺ ജോർജിന്റെ അവസ്ഥയും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ്. ടോം വടക്കൻ, അനിൽ ആന്റണി തുടങ്ങിയവരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ആർക്കും അറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് ചാടിയവർ രാഷ്ട്രീയമായി ഒന്നുമല്ലാതായി പോകുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗതമായി പ്രവർത്തിക്കുന്ന BJP-ക്കാർക്ക് പോലും അവിടെ രക്ഷയില്ലാത്തപ്പോഴാണ് ഈ എടുത്തു ചാടി വരുന്നവരുടെ ഗതികേടെന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. പത്മജ വേണുഗോപാലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനൊന്നും അല്ല ഇത് പറയുന്നത്, മറിച്ച് അവരുടെ രാഷ്ട്രീയ നിലപാടുകളിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയുള്ളൊരു വിശകലനം മാത്രമാണ് ഇതെന്ന് പ്രത്യേകം അടയാളപ്പെടുത്തണം. കരുണാകരന്റെ പാരമ്പര്യം ഉയർത്തിക്കാട്ടി തൃശ്ശൂർ പിടിക്കാൻ പത്മജ ഇറക്കുന്നതിലൂടെ BJP ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് വോട്ടുകളിലെ വിള്ളൽ തന്നെയാണ്. എന്നാൽ ജനങ്ങളിത് എങ്ങനെ സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടത് കൂടിയാണ്. പത്മജയുടെ ഈ നീക്കങ്ങൾ BJP-ക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായും എടുത്തു കാണേണ്ടത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കുള്ള വ്യക്തിപരമായ സ്വാധീനം പത്മജയ്ക്ക് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായ ചോദ്യം. കോൺഗ്രസ് വിട്ടു വന്ന പത്മജയ്ക്ക് BJP-യുടെ കേഡർ വോട്ടുകൾ പൂർണ്ണമായി ലഭിക്കുമെന്ന കാര്യത്തിലും സംശയിക്കേണ്ടതുണ്ട്. BJP-യിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും പത്മജയുടെ വരവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുമില്ല. അവർക്ക് പത്മജ വെറും ഒരു അതിതാരം മാത്രമാണ്. അവിടെ അവർ ജസ്റ്റ് ഒരു ഗസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രമേ അവർ അതിനെ നോക്കിക്കാണുന്നുള്ളൂ. തൃശ്ശൂരിലെ സാധാരണക്കാരായ വോട്ടർമാർക്ക് പത്മജയുടെ കൂടുമാറ്റം വലിയൊരു ചതിയായിട്ടാണ് തോന്നുകയും ചെയ്യുന്നത്. കരുണാകരനോടുള്ള സ്നേഹം പത്മജയോടുള്ള വോട്ടായി മാറില്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോൾ നമ്മെ തെളിയിച്ചതാണ്. എന്നിട്ടും BJP ഇത്തരം ഒരു പരീക്ഷണത്തിന് മുതിരുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയ ആ ഒഴുക്ക് നിലനിർത്താൻ വേണ്ടിയാണ്. പത്മജ തൃശ്ശൂരിൽ മത്സരിച്ചാൽ 8 നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചാനലുകൾ വഴി വാർത്തകൾ പടച്ചുവിട്ട് സീറ്റ് ഉറപ്പിക്കാൻ നോക്കുന്ന ഇത്തരം നേതാക്കളുടെ ഗതികേടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. BJP-ക്കുള്ളിലെ തന്നെ നേതാക്കൾ തമ്മിലുള്ള പാരപണിയിലാണ് പത്മജയെ വട്ടിയൂർക്കാവിൽ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് പിന്നിലെന്നും അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് തൃശ്ശൂരിൽ തനിക്ക് സ്വാധീനമുണ്ടെന്ന് വരുത്തി തീർക്കാൻ അവർ ഇപ്പോൾ നെട്ടോട്ടം ഓടുന്നതും. ഇതൊന്നും കൂടാതെ BJP-യുടെ വരാനിരിക്കുന്ന പദയാത്രകളും പ്രചരണ പരിപാടികളും പത്മജയെ മുൻനിർത്തി തൃശ്ശൂർ കേന്ദ്രീകരിക്കാനാണ് നീക്കങ്ങൾ നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നടത്തുന്ന നീക്കങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് പത്മജ തൃശ്ശൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളും. എന്നാൽ ഈ രണ്ട് നേതാക്കളുടെയും പ്രവർത്തന ശൈലി തികച്ചും വ്യത്യസ്തം കൂടിയാണ്. രാജീവ് ചന്ദ്രശേഖർ വികസനത്തിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ പത്മജ വൈകാരികമായ കുടുംബ പാരമ്പര്യത്തിലാണ് ഊന്നുകൾ നൽകുന്നത്. കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഇതിനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതും മറുപടിയില്ലാത്ത ചോദ്യമായി അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നും കൂടുതൽ നേതാക്കൾ BJP-യിലേക്ക് എത്തിക്കാനുള്ള ഒരു പാലമായി പത്മജയെ ഉപയോഗിക്കാനാണ് കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത്. പക്ഷേ സ്വന്തം മണ്ഡലത്തിൽ പോലും കരുത്ത് തെളിയിക്കാൻ കഴിയാത്ത പത്മജയ്ക്ക് എങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് പ്രസക്തമായി നിലനിൽക്കുന്നത്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സ്വന്തം പിതാവിനെ പോലും തള്ളിപ്പറഞ്ഞ പത്മജയുടെ രാഷ്ട്രീയ അധപതനമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നാലുടൻ ഈ പട്ടികയിൽ അന്തിമ തീരുമാനമാകുകയും ചെയ്യും. നിലവിൽ തൃശ്ശൂരിലും നേമത്തും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വൻ പ്രചരണ പരിപാടികൾക്കാണ് പാർട്ടി രൂപം നൽകിയിരിക്കുന്നത്. കരുണാകരന്റെ പാരമ്പര്യം ഉയർത്തിക്കാട്ടി തൃശ്ശൂർ പിടിക്കാൻ പത്മജ ഇറക്കുന്നതിലൂടെ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ സാധിക്കുമെന്ന് BJP കണക്കൂട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചതിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്നത് പോലെ പത്മജയ്ക്ക് BJP-ക്കുള്ളിൽ തന്നെ വലിയ തിരിച്ചടികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു സ്ഥാനാർത്ഥിത്വം ഉറപ്പുള്ള ഒരാളാണെങ്കിൽ അവർ പാർട്ടി തീരുമാനം വരെ കാത്തിരിക്കുമായിരുന്നു. ഇതിപ്പോ എനിക്ക് ശ്രദ്ധ വേണം, എന്നെ പരിഗണിക്കണം എന്നൊരു നിലവിളിയായിട്ടാണ് പത്മജ അഭിമുഖത്തെ പോലെ അല്ലെങ്കിൽ പത്മജയുടെ ഈ ഇന്റർവ്യൂവിനെ പോലും കാണാൻ കഴിയുന്നത്. ഈ രാഷ്ട്രീയ നാടകം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണുകയും ചെയ്യാം.